നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം, നിങ്ങൾ സ്ഥിരമായിട്ട് വ്യായാമങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും എക്സസൈസ് ചെയ്യുന്ന ഒരു ആഗ്രഹമായിരിക്കും. പലരും പല പ്രോഗ്രാമിലൊക്കെ ചേർന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ 1, 2, 3 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ഇതിന് പ്രധാന കാരണം എക്സസൈസ് വളരെ ശാസ്ത്രീയമായി ചെയ്യാത്ത വിഷയമാണ്. ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കേൾക്കുക. മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം കാര്യങ്ങൾ വിലയിരുത്തുക. പകുതിയായും സ്കിപ്പ് ചെയ്ത് നിർത്തരുത്. അപ്പൊ ഈ ശാസ്ത്രീയമായിട്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പറയുന്നത് ഇതിലെ യഥാർത്ഥ രീതി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച 2.5 മണിക്കൂർ എക്സസൈസ്, അതായത് ഒരു ദിവസം 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. ശരീരത്തിന് ഏറ്റവും ഒരു പാകം അതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ദിവസം 1/2 മണിക്കൂർ വെച്ച് 3 ദിവസം എക്സസൈസ് ചെയ്യുക, പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം, പിന്നെ വീണ്ടും 3 ദിവസം എക്സസൈസ്. അങ്ങനെ ആ രീതിയിലാണ്. എത്ര ഉള്ളൂ, ആഴ്ചയിൽ വെറും 2.5 മണിക്കൂറാണ് എക്സസൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾ, ചില ആളുകൾ എന്ത് ചെയ്യുന്നു, രാവിലെ മോർണിംഗ് വാക്ക് നടക്കുന്ന ആളുകൾ, അപ്പൊ എന്ത് ചെയ്യും, മണിക്കൂറോളം നടന്ന് ശരീരം പ്രയാസപ്പെടുന്ന ആളുണ്ടായിരിക്കാം. ചില ജിമ്മിലൊക്കെ പോയിട്ട് 1-2 മണിക്കൂർ പല വെയിറ്റ് ഒക്കെ എടുത്ത് വളരെ പ്രയാസപ്പെടുന്ന ആളുണ്ടായിരിക്കും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ടത്. ആഴ്ചയിൽ വെറും 2.5 മണിക്കൂറാണ് എക്സസൈസ് ചെയ്യേണ്ടത്. അതായത് ഒരു ദിവസം 1/2 മണിക്കൂർ വെച്ച് ആഴ്ചയിൽ 5 ദിവസം 6 ദിവസം എക്സസൈസ് ചെയ്യാം. നോക്കാം, ഇങ്ങനെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ബൂസ്റ്റ് ഡെയിലി എനർജി. നമ്മൾ എക്സസൈസ് ചെയ്യാൻ വിചാരിച്ചു, എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വർക്കിംഗ് വരിക നമ്മുടെ ഹൃദയത്തിനാണ്. അപ്പൊ ഹൃദയം കൃത്യമായിട്ട് രക്തത്തിലെ പമ്പിങ് നടക്കും. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം എത്തുന്നതോടും എന്ത് ചെയ്യും, നമ്മുടെ ടോട്ടൽ എനർജി ലെവൽ നമുക്ക് കൂടും. അത് എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ജോലി ചെയ്യാനും നടക്കാനും എന്ത് പ്രവർത്തനത്തിലും ഒരു എനർജി ഫീൽ ചെയ്യും. മറ്റൊന്നാണ് ഇംപ്രൂവ്സ് മൂഡ്. പൊതുവെ സ്ത്രീകൾക്ക് വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ആളുകളുണ്ടാകുന്ന ഒരു അസ്വസ്ഥ മൂഡ് സ്വിംഗ്. അത് നമ്മൾ എന്ത് ചെയ്യുക, മൂഡ് സ്വിംഗ് സിമ്പിൾ. ചില ദിവസം രാവിലെ എന്ത് ചെയ്യും, ഉറക്കം തോന്നും. ചില ദിവസം രാവിലെ വെറുതെ ഭയങ്കര ക്ഷീണം തോന്നും. ചില ദിവസം ഒന്നും ചെയ്യാൻ തോന്നും. ഇങ്ങനെ പല ദിവസം പല മൂഡായിരിക്കും. ഈ മൂഡ് സ്വിംഗിന് പ്രധാന കാരണം രക്തം ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ കോശങ്ങളിലേക്കും എക്സസൈസ് ചെയ്ത് രക്തം എത്തുന്നതോടുകൂടി ഈ മൂഡ് സ്വിംഗ് മാറി നിങ്ങൾക്ക് ഒരു ഹാപ്പി മൈൻഡ് സെറ്റിലേക്ക്, ഒരു ഹാപ്പി മൂഡിലേക്ക് നിങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ടോണിംഗ് ബോഡി. ഈ ടോണിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ ഈ എക്സസൈസ് പലരും വിചാരിക്കുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വയറ് കുറയാൻ, പെട്ടെന്ന് ഏതെങ്കിലും ഭാഗം കുറയാൻ, അങ്ങനെയല്ല. എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ടോൺ ചെയ്ത് വരിക. എക്സസൈസിന് കൃത്യമായിട്ട് റിസൾട്ട് വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു 2-3 മാസം എക്സസൈസ് ചെയ്യുന്ന റിസൾട്ട് വരുള്ളൂ. ഒന്നുണ്ട്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്ഥിരതയോടെ എക്സസൈസ് നിങ്ങൾ റെഡി ആണെങ്കിൽ ഒരു 5-6 മാസം കൃത്യമായിട്ട് നിങ്ങളുടെ ബോഡി ടോണിങ് അല്ലെങ്കിൽ ബോഡി നല്ല ഷേപ്പിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു പോയിന്റ് ആണ്, എക്സസൈസ് നിങ്ങൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ബെനിഫിറ്റ് മറ്റൊന്നാണ് റെഡ്യൂസ് സ്ട്രെസ്. സ്ട്രെസ്, ടെൻഷൻ, ആകാംക്ഷ, മനസ്സിന് പ്രത്യേക അസ്വസ്ഥതയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ നാടുകളിൽ താഴേക്കടയിൽ ആളുകൾ ജീവിക്കുന്നുണ്ട്, ഇടത്തരക്കാരും ജീവിക്കുന്നുണ്ട്, ഹൈ ക്ലാസ് ആളുകളും ജീവിക്കുന്നുണ്ട്. ഈ താഴേക്കടയിൽ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവര് ഒരു 5-10 സെന്റ് സ്ഥലം, ചെറിയ വീടായിരിക്കും. അവരെന്ത് ചെയ്യും, അവർ പൊതുവെ ഹാപ്പി മൈൻഡ് സെറ്റിലായിരിക്കും. അവർക്ക് കൂടുതൽ നാളത്തെ കുറിച്ച് വല്ലാതെ ചിന്തിക്കാറില്ല. പക്ഷെ മിഡിൽ ക്ലാസ് ആളുകളാണ് നാളത്തെ കുറിച്ച് വല്ലാതെ ചിന്തിച്ച് നാളെ മക്കളെ ഭാവി കൂടുതൽ അനാവശ്യ കാര്യങ്ങളെ കുറിച്ച് ഡീപ്പായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് വരാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യാൻ ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യും, നിങ്ങളുടെ സ്ട്രെസ്സിന്റെ ഹോർമോണൊക്കെ റിലീസ് ചെയ്ത് ചെയ്യും, നല്ലൊരു ഹാപ്പി മൈൻഡ് സെറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ. നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും ചർച്ചാ വിഷയം ജീവിതശൈലി രോഗങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരു സംസ്ഥാനം നമ്മുടെ കേരളം. പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ, ഷുഗർ ഉള്ളത്, പ്രഷർ, പിന്നെ പല ഹോർമോൺ ഡിസീസ്, തൈറോയിഡ്, PCOD, പല പ്രശ്നങ്ങളും വരുന്നത്. ഇതിനൊക്കെ പ്രധാന കാരണം എക്സസൈസിന്റെ ഷോർട്ടേജാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് എക്സസൈസ്, ഞാൻ പറഞ്ഞില്ല, ആഴ്ചയിൽ 5 ദിവസം 1/2 മണിക്കൂർ വെച്ചിട്ട് ഒരു ദിവസം 1/2 മണിക്കൂർ വെച്ച് ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾ മുഴുവൻ നിങ്ങളുടെ ശരീരത്തിൽ മാറാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റി. നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം, ശരീരത്തിന്റെ ആരോഗ്യത്തെ പ്രധാനം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കം. അത് എല്ലാവരും നമ്മൾ പറയാറുണ്ട്, ഉറക്കം ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. അത് രാത്രി തന്നെ ഉറങ്ങിയിരിക്കണം. നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, ഉറക്കത്തിനും മിസ്സിംഗ് ആളുകളായിരിക്കാം. പക്ഷെ അവരൊന്നും എന്ത് ചെയ്ത് എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നതോടുകൂടി എന്ത് ചെയ്യും, അവരെ ഉറക്കം കൃത്യമായിട്ട് നോർമലിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് സ്ട്രെങ്ത് ആൻഡ് ബോൺസ്. നമുക്ക് ചില ആളുകൾ മെല്ലെ വീഴുമ്പോൾ കാല് പൊട്ടുക, അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇത് ഒരു പ്രധാന കാരണം എല്ലുകളെ വളർച്ചയാണ്.
ഈ എല്ലുകളുടെ ബലക്ഷയത്തിന് മറ്റൊരു കാരണം ഓവർ വെയിറ്റ് വന്നാലും എല്ലുകൾ ബലക്ഷയം വരും. അപ്പൊ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എല്ലുകൾ നല്ല ബലം വരാൻ സാധ്യത കൂടുതലാണ്. വെയിറ്റ് കുറയും ചെയ്യും. നിങ്ങൾ ശരീരത്തിലെ ബോഡി വെയിറ്റ് കുറയുക ചെയ്യും. മാത്രമല്ല എല്ല് ബലം കൂടി കഴിഞ്ഞാൽ നല്ല കുറേക്കാളും നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റേ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അവർക്ക് തോന്നുന്നു പ്രായക്കുറവ് തോന്നും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഒരു മിനിമം നിങ്ങൾ ഒന്നുമാണ് നിങ്ങൾ ഈ എക്സസൈസ് ഒരു 5-6 മാസം എക്സസൈസ് ചെയ്താൽ ഒരു 10 വയസ്സ് കുറഞ്ഞതായി നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ഒരു തിളക്കം അനുഭവപ്പെടും. നമുക്കറിയാം ഈ പ്രായക്കുറവ് കുറയുന്ന നമ്മുടെ സ്കിന്ന് തിളക്കം വരുവാണ്, മുഖത്തൊക്കെ ഒരു തെളിച്ചം വരലാണ്. ഇതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുകയും നല്ല ഒരു രക്തോടെ നടക്കുന്നതോടുകൂടി ശരീരത്തിൽ പ്രസരിപ്പ് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് അറിയാവുന്ന മറ്റൊരു പ്രധാനമാണ് വെയിറ്റ് ലോസ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത് ചെയ്യുക, പൊണ്ണത്തടി കൂടുക. ഈ വെയിറ്റ് കൂടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത്, നിർബന്ധമായിട്ട് എക്സസൈസ് ചെയ്യുക. ചില ആളുകൾ ഫുഡ് കൺട്രോൾ ഡയറ്റ് പ്ലാൻ വാങ്ങി ചെയ്യുന്ന ആളുകളുണ്ട്. ഡയറ്റ് പ്ലാൻ നോക്കി അത് മാത്രം ചെയ്യാം. ഈ ഡയറ്റ് പ്ലാൻ വാങ്ങി വലിയൊരു അപകടം എന്താ വെച്ചാൽ ഡയറ്റ് പ്ലാൻ വെയിറ്റ് കുറയും, പക്ഷെ നമ്മൾ ശരീരം ചുളിയുകയും ചെയ്യുക. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറ്റ് പ്ലാനിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഒരു ദിവസം അരമണിക്കൂറെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ എക്സസൈസിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് വർദ്ധിക്കും. അത് പറഞ്ഞറിയാൻ കഴിയില്ല. അതെന്ത് ചെയ്യും, അത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊരു കോൺഫിഡൻസ് നടക്കാനും ഓടാനും ചാടാനും ഏതൊരു ജോലി ചെയ്യാനും എന്ത് കാര്യങ്ങൾക്കും എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഡിലേ ഏജിങ്. ഈ ചില ആളുകളുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു 30-35 വയസ്സ് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരുപാട് പ്രായം തോന്നിക്കും. അവരെ കണ്ടാൽ എന്ത് ചെയ്യും, ഒരു 50 വയസ്സിനൊക്കെ അതിൽ തോന്നിക്കും. ഇതിന്റെ പ്രധാന കാരണം എക്സസൈസിന്റെ ഷോർട്ടേജാണ്. നിങ്ങൾ ഈ കേൾക്കുന്ന നിർബന്ധം ഇന്ന് മുതൽ തന്നെ ഇപ്പം മുതൽ എക്സസൈസ് ആരംഭിക്കുക. എക്സസൈസ് ഒരുപാട് ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിൽ വരാനുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ബെറ്റർ ഫാമിലി ഇന്ററാക്ഷൻ. ഒരു അമ്മ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഫാമിലി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരും. മാത്രമല്ല ഈ ഫാമിലി കുടുംബ ജീവിതത്തിൽ, അതായത് സെക്സുമായി ബന്ധപ്പെട്ട കുടുംബ ജീവിതത്തിൽ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ലൈഫിൽ പ്രത്യേക എൻജോയ്മെന്റ് വരുന്നത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ സെക്സിന് ആരോഗ്യം വളരെ പ്രധാനം. ചില ആളുകൾ വളരെ തടി കൂടിയുള്ള ആളുകളായിരിക്കും, വളരെ ശരീരം പല ഭാഗങ്ങളിലേക്ക് അടക്കാനും മറിക്കാനും പ്രയാസപ്പെടുന്ന ആളുണ്ടായിരിക്കും. പക്ഷേ ഇത് എന്ത് ചെയ്യും, ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ടോട്ടലി സെക്സ് കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ എൻജോയ്മെന്റ് എടുക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞ ബെനിഫിറ്റുകൾ, ഈ വീഡിയോ ഞാൻ പറഞ്ഞ് സമർത്ഥിച്ചുള്ളത് നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ്. ഈ ഓരോ ബെനിഫിറ്റും സ്വയം നിങ്ങൾ വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം മുതൽ തന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. എക്സസൈസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല, റോഡിൽ ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല, ഗ്രൗണ്ടിൽ പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ആധുനിക കാലഘട്ടമാണ്. ലോകത്തിന്റെ എവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് സാധിക്കും. അപ്പോൾ മറ്റൊരു വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകൾ താഴെ അറിയിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.